FC ബാഴ്സലോണയുടെ സൂപ്പർ താരം റാഫീനയ്ക്ക് ആ ഒരു ബ്രസീൽ വേഴ്സസ് ഫ്രാൻസ് മത്സരത്തിൽ പരിക്കേറ്റ കാര്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഏകദേശം 1.5 മാസത്തോളം കാലം പുള്ളിക്കാരന് പുറത്തിരിക്കേണ്ടി വരും. എസ്പെഷ്യലി ആ ഒരു ചാമ്പ്യൻസ് ലീഗിലെ ക്രൂഷ്യൽ മാച്ചുകൾ, അതുപോലെ തന്നെ ലാലിഗയിലെ അത്ലറ്റിക്കോയുമായുള്ള മാച്ചൊക്കെ പുള്ളിക്കാരന് നഷ്ടപ്പെടും. അപ്പോൾ ഇതിനോട് പ്രതികരിച്ചിരിക്കുകയാണ് ബാഴ്സലോണയുടെ പ്രസിഡന്റായ നമ്മുടെ ലപ്പോർട്ട. പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താന്ന് വെച്ചാൽ, റാഫീനയുടെ പരിക്ക് ശരിക്കും എന്താണ് സങ്കടകരമാക്കുന്ന ഒന്നാണ്. ഈ ഒരു ഫുട്ബോളിന്റെ കലണ്ടറിൽ ഫിഫ മാറ്റം വരുത്താൻ തയ്യാറാകണം എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത്. അതായത് എന്താന്ന് വെച്ചാൽ, റാഫീനക്ക് ഇങ്ങനത്തെ ഒരു പരിക്ക് പറ്റിയത് നിർഭാഗ്യപരമായ ഒരു കാര്യമാണ്. ഈ ഫിഫ കലണ്ടർ കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ ഈ ക്ലബ്ബുകളുടെ ഇമ്പോർട്ടൻസും കൂടിയിട്ട് അത് ഷെഡ്യൂൾ ചെയ്യണം. കാരണം ഇത് വെറും ഒരു സൗഹൃദ മത്സരം മാത്രമാണ്. പക്ഷെ ക്ലബ്ബുകൾ സംബന്ധിച്ചിടത്തോളം ഇനിയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ഗെയിംസ് വരാനുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു പരിക്ക് പറ്റുമ്പോൾ അത് വലിയ രീതിയിൽ എഫക്ട് ചെയ്യും. അതുപോലെ തന്നെ പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇതിൽ താരങ്ങളെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അവർ പ്രൊഫഷണലുകളാണ്. അവരുടെ രാജ്യത്തിന് വേണ്ടി കളിക്കുക എന്നുള്ളത് ഏവരും ആഗ്രഹിക്കുന്ന ഒരു അച്ചീവ്മെന്റ് ആണ്, രാജ്യത്തെ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അതിൽ താരങ്ങൾ ഒരിക്കലും ഒന്നും പറയാൻ പറ്റില്ല. അവര് 100% രാജ്യത്തിന് വേണ്ടി നൽകാൻ ശ്രമിക്കും. അപ്പൊ ഇതിൽ ഏറ്റവും മാറ്റം വരുത്തേണ്ടത് ഫിഫയാണ്. ഫിഫയുടെ ഈ ഒരു തിരക്ക് പിടിച്ച ഷെഡ്യൂൾ കാരണമാണ് പ്ലേയേഴ്സിന് ഇങ്ങനെ ഒരുപാട് മത്സരങ്ങൾ കളിക്കേണ്ടി വരുന്നതും അനാവശ്യമായിട്ടുള്ള ഇഞ്ചറി പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നതും എന്നാണ് ബാഴ്സലോണയുടെ പ്രസിഡന്റ് പറഞ്ഞു വെക്കുന്നത്. ഏതായാലും റാഫിനക്ക് പരിക്ക് പറ്റി. പുള്ളിക്കാരന് ഇനി ഏകദേശം 1.5 മാസത്തോളം പുറത്തിരിക്കണം. ക്രൂഷ്യൽ മാച്ചസ് ബാഴ്സലോണയ്ക്ക് വേണ്ടി മിസ്സാവും. അപ്പൊ ആ ഒരു സമയത്ത് ഹാൻസി ഫ്ലിക്ക് ഇനി എങ്ങനെയായിരിക്കും ബാഴ്സയെ ഓർഗനൈസ് ചെയ്യാന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ടതാണ്. സാധാരണ ഇപ്പൊ മാർക്കസ് റാഷ്ഫോർഡ് നല്ല ഫോമിലാണ്. പുള്ളിക്കാരനെ വേണമെങ്കിൽ ലെഫ്റ്റ് വിങ്ങിൽ റാഫീനയ്ക്ക് പകരം യൂസ് ചെയ്യാം. പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മൾ കാണുന്നതാണ് ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ ഡാനി ഓൾമോയെ വെച്ച് ഹാൻസി ഫ്ലിക്ക് പരീക്ഷണം നടത്തുന്നത്. പക്ഷെ അത് അത്ര വലിയ സക്സസ് ആയിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇനി ക്രൂഷ്യൽ ഗെയിമുകളൊക്കെ എങ്ങനെയായിരിക്കും നമ്മുടെ ഹാൻസി ഫ്ലിക്ക് നേരിടാൻ പോകുന്നത് എന്ന് നമ്മൾ കണ്ടറിയേണ്ടതാണ്. ഏതായാലും നമ്മുടെ കോണ്ടന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.